ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമാർ ശ്രദ്ധിക്കൂ, ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ചില ഏജന്റ്സ് ചിന്തിച്ചിട്ടുണ്ടാകാം, ഇനി ഹെൽത്ത് ഇൻഷുറൻസ് സെയിൽ നടക്കുമോ, ആൾക്കാർ ഇനി പോളിസി എടുക്കുമോ, നമ്മുടെ ബിസിനസിന്റെ അവസാനമാകുമോ ഇത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ബിസിനസിന്റെ അവസാനമാകാൻ സാധ്യതയില്ല. മറിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ്സിന് ഇത് ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മികച്ച അവസരമാണ്. എങ്ങനെ? ഈ വീഡിയോ അവസാനം വരെ കാണൂ. കേരളത്തിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമാരും ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ നമ്മുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കും? ചില ഏജന്റ്സ് ഭയപ്പെടുന്നു. അവർ ചിന്തിക്കുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് സെയിൽ കുറയുമോ, ഇനി ആളുകൾ പ്രൈവറ്റ് പോളിസി എടുക്കുമോ, ഗവൺമെന്റ് കവറേജ് ഉണ്ടെങ്കിൽ നമ്മുടെ പോളിസികൾ പിന്നെ എന്തിനാണ്? ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു വശം, മറ്റൊരു പെർസ്പെക്റ്റീവാണ്. ഈ ഗവൺമെന്റ് സ്കീം ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന് ഒരു ത്രെട്ടാണോ അല്ലെങ്കിൽ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ? നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ആശങ്ക സ്വാഭാവികമാണ്. ഈ പുതിയ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പുതിയ സ്കീം വരുമ്പോൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന്റെ മനസ്സിൽ ആദ്യം സ്വാഭാവികമായി വരുന്നത് ഫിയർ അല്ലെങ്കിൽ ഭയമാണ്. ഗവൺമെന്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് പിന്നെ ആരാണ് വാങ്ങുക? നമ്മുടെ മാർക്കറ്റ് കുറയുമോ? ഫ്യൂച്ചർ ബിസിനസിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിൽ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പ്രോപ്പർ അവയർനെസ് അല്ലെങ്കിൽ നോളജ് ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇന്നും അല്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. പലർക്കും മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് പോലും അറിയില്ല. ഒരു സീരിയസ് രോഗാവസ്ഥ അല്ലെങ്കിൽ ഇൽനസ് ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്ന് പല ഫാമിലിക്കും ഇന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഗവൺമെന്റ് സ്കീം ഇവിടെ ഒരു പുതിയ ഡിസ്കഷൻ അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇവിടെയാണ് വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം മറിഞ്ഞുകിടക്കുന്നത്. ഈ സ്കീം കാരണം നിരവധി കുടുംബങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച്, അതിന്റെ അവയർനെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവർ ചോദിക്കും, എന്റെ ഫാമിലി എലിജിബിൾ ആണോ? എന്തൊക്കെ രോഗങ്ങളാണ് കവർ ചെയ്യുക, എന്തൊക്കെ രോഗങ്ങളാണ് കവർ ചെയ്യാതിരിക്കുക, എനിക്ക് ഈ പോളിസി മാത്രം മതിയോ? ഈ ക്വസ്റ്റ്യൻ എല്ലാം ആരുടെ അടുത്താണ് എത്തുന്നത്? ഒരു ട്രസ്റ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറുടെ അടുത്താണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം എത്തുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അതായത് അവയർനെസ് കൂടുന്നു, ചോദ്യങ്ങൾ കൂടുന്നു. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസിന്റെ ഗൈഡൻസിന് ആവശ്യകത കൂടുന്നു. അതിനാൽ മാർക്കറ്റ് ഇല്ലാതാകുന്നില്ല, മാർക്കറ്റ് കൂടുതൽ മെച്ചേർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ മാറ്റം. ഇനി വിജയിക്കുന്നത് ഇവിടെ പോളിസി മാത്രം വിൽക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ക്ലയന്റ് പറയുന്നു, എനിക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ ഒരു ആവറേജ് ഇൻഷുറൻസ് ഏജന്റ് പറയും, അല്ലെങ്കിൽ ഒരു ആവറേജ് ഇൻഷുറൻസ് ഏജന്റ് അവരോട് ആർഗ്യൂ ചെയ്യും അല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെടുന്നു. പക്ഷെ ഒരു പ്രൊഫഷണൽ അഡ്വൈസർ എന്ത് ചെയ്യും? അദ്ദേഹം പറയും, എക്സലന്റ്, അത് നിങ്ങളുടെ പ്രൊട്ടക്ഷന്റെ ഫസ്റ്റ് ലെയർ ആണ്. ഇനി നിങ്ങളുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ നീഡ്സ് അത് കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആണോ, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഇനി ഒരു പോളിസി സെല്ലർ, പോളിസി വിൽക്കുന്ന ഒരാൾ ആയാൽ മാത്രം പോരാ, ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൺസൾട്ടന്റ് ആകണം. കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ആൾക്കാരാവണം. അവർക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്ന ഒരാളാവണം. അതാണ് ഫ്യൂച്ചർ, അതാണ് ഭാവി. സോ എന്റെ റെക്കമെൻഡേഷൻ വളരെ സിമ്പിൾ ആണ്. ഈ ഗവൺമെന്റ് സ്കീമിനെ ഒരു മത്സരമായി കാണരുത്, ഒരു അവയർനെസ് പാർട്ട്ണറായി കാണും. കാരണം അവയർനെസ് കൂടുമ്പോൾ നിങ്ങളുടെ ബിസിനസ് കൺവേർഷൻ കൂടും. അതിനാൽ എഡ്യൂക്കേറ്റ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിനെ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കൂ. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, ക്ലയൻസിനെ ഗൈഡ് ചെയ്യൂ. ഫാമിലികളെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ ഒരു പോളിസി സെല്ലർ അല്ല, അല്ലെങ്കിൽ പോളിസി വിൽക്കുന്ന ഒരാളല്ല, മറിച്ച് ഒരു ട്രസ്റ്റഡ് അഡ്വൈസറായി മാറും. അങ്ങനെ ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൺസൾട്ടന്റായി മാറും. അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഗവൺമെന്റ് സ്കീമുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരം അവയർനെസ് ബിസിനസ് കൺവേർഷൻ കൂട്ടുന്നു. ഇത്തരം കൺവേർഷൻസ് ഓപ്പർച്യൂണിറ്റികൾ വലുതാക്കുന്നു. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റി വരുന്നത് ട്രസ്റ്റഡ് അഡ്വൈസറിലേക്കായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ. കമന്റിൽ എഴുതൂ ഓപ്പർച്യൂണിറ്റി. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അനീഷ് കുമാർ. മറ്റൊരു വാല്യുബിൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.